കേരളത്തിലെ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും വലിയ ആശ്വാസമാകുന്ന ഒരു പദ്ധതിക്കാണ് തുടക്കമായത്. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതിയുടെ ഭാഗമായി KSRTC ഓർഡിനറി ബസ്സുകളിൽ നടപ്പാക്കുന്ന പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി ജൂൺ മുതൽ നിലവിൽ വന്നു. ദിവസേന ജോലിക്കും പഠനത്തിനും മറ്റു ആവശ്യങ്ങൾക്കുമായി യാത്ര ചെയ്യുന്ന ആയിരക്കണക്കിന് സ്ത്രീകൾക്ക് ഇത് വലിയ സാമ്പത്തിക സഹായമാകുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാന കാര്യമുണ്ട്. സൗജന്യ യാത്രയാണെങ്കിൽ ടിക്കറ്റ് ആവശ്യമില്ലെന്ന് കരുതരുത്. പണം നൽകേണ്ടതില്ലെങ്കിലും യാത്ര ചെയ്യുന്ന ഓരോ സ്ത്രീയും ട്രാൻസ്ജെൻഡറുകളും കണ്ടക്ടറിൽ നിന്ന് 0 മൂല്യമുള്ള സൗജന്യ ടിക്കറ്റ് വാങ്ങണം. അത് നിർബന്ധമാണ്. ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നത് നിയമലംഘനമായി കണക്കാക്കപ്പെടും. പരിശോധനയിൽ ടിക്കറ്റ് ഇല്ലെന്ന് കണ്ടെത്തിയാൽ 500 രൂപ വരെ പിഴ അടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കാം. അതിനാൽ ബസ്സിൽ കയറിയ ഉടൻ തന്നെ 0 ടിക്കറ്റ് വാങ്ങുകയും യാത്ര അവസാനിക്കുന്നതുവരെ അത് കൈവശം സൂക്ഷിക്കുകയും ചെയ്യണം. ഇവിടെ യാത്രക്കാരുടെ മാത്രം ഉത്തരവാദിത്തമല്ല, കണ്ടക്ടർമാർക്കും നിർദ്ദേശങ്ങളുണ്ട്. സൗജന്യ യാത്ര ചെയ്യുന്ന ഓരോ യാത്രക്കാർക്കും 0 ടിക്കറ്റ് നൽകണം. യാത്ര ആരംഭിച്ച സ്ഥലം, ഇറങ്ങേണ്ട സ്ഥലം, യാത്രക്കാരുടെ എണ്ണം എന്നിവ കൃത്യമായി രേഖപ്പെടുത്തുകയും വേണം. ഈ നടപടിക്രമങ്ങൾ പാലിക്കാത്ത പക്ഷം ബന്ധപ്പെട്ട കണ്ടക്ടർക്കെതിരെയും വകുപ്പ് തല നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. സൗജന്യ യാത്രയാണെങ്കിൽ ഇത്രയും വിവരങ്ങൾ എന്തിനാണ് ശേഖരിക്കുന്നത്? അതിനു പിന്നിൽ വ്യക്തമായ ഒരു കാരണമുണ്ട്. സ്ത്രീകൾ എത്ര പേർ യാത്ര ചെയ്തു, എത്ര ദൂരം സഞ്ചരിച്ചു, അതിൻ്റെ ആകെ യാത്രാ നിരക്ക് എത്രയായിരുന്നു എന്നിങ്ങനെയുള്ള വിവരങ്ങൾ കൃത്യമായി ശേഖരിച്ച ശേഷമാണ് KSRTC സർക്കാരിനോട് നഷ്ടപരിഹാര തുക ആവശ്യപ്പെടുക. അതുകൊണ്ടാണ് ഓരോ യാത്രയും രേഖപ്പെടുത്തുന്നത്. ലഗേജുമായി ബന്ധപ്പെട്ട നിയമങ്ങളും പഴയതുപോലെ തന്നെ തുടരും. ഒരു യാത്രക്കാരന് അനുവദിച്ചിരുന്ന 15 കിലോയിൽ കൂടുതൽ ഭാരമുള്ള ലഗേജ് ഉണ്ടെങ്കിൽ അതിന് പ്രത്യേക ലഗേജ് ചാർജ് അടയ്ക്കേണ്ടി വരും. കുടുംബമായി യാത്ര ചെയ്യുന്നവരും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഉദാഹരണത്തിന്, ഒരു കുടുംബത്തിൽ പുരുഷന്മാരും സ്ത്രീകളും ഒരുമിച്ച് യാത്ര ചെയ്യുകയാണെങ്കിൽ സ്ത്രീകൾക്ക് പ്രത്യേകം 0 ടിക്കറ്റ് നൽകും. അതേസമയം പുരുഷന്മാർ സാധാരണ നിരക്കിൽ ടിക്കറ്റ് എടുക്കണം. അതിനാൽ എല്ലാവർക്കും ഒരേ ടിക്കറ്റ് എന്ന രീതി ഇവിടെ ബാധകമല്ല. സൗജന്യ യാത്ര അനുവദിച്ചിരിക്കുന്ന ബസ്സുകൾ തിരിച്ചറിയുന്നതിനും പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പ്രിയദർശിനി പദ്ധതി നടപ്പിലാക്കിയ ബസ്സുകളിൽ പ്രത്യേക സ്റ്റിക്കർ പതിച്ചിട്ടുണ്ടാകും. യാത്രക്കാർ ബസ്സിൽ കയറുന്നതിന് മുമ്പ് ഈ സ്റ്റിക്കർ ശ്രദ്ധിച്ചാൽ അത് സൗജന്യ യാത്ര ലഭിക്കുന്ന ബസ്സാണോ എന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. സ്ത്രീകളുടെ യാത്രാ ചെലവ് കുറയ്ക്കുകയും കുടുംബങ്ങളുടെ സാമ്പത്തിക ഭാരം ലഘൂകരിക്കുകയും ചെയ്യുന്ന എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ദിവസേന ബസ്സിനെ ആശ്രയിച്ച് ജോലി സ്ഥലങ്ങളിലേക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും പോകുന്ന സ്ത്രീകൾക്ക് ഇത് വലിയ ആശ്വാസമാകുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം ഒരു കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കാം. സൗജന്യ യാത്രയാണെങ്കിലും ടിക്കറ്റ് നിർബന്ധമാണ്. ബസ്സിൽ കയറുമ്പോൾ 0 ടിക്കറ്റ് വാങ്ങുക, അത് സൂക്ഷിക്കുക. ആവശ്യമായ വിവരങ്ങൾ നൽകുക. ചെറിയ അശ്രദ്ധ പോലും പിന്നീട് പിഴയിലേക്കോ മറ്റ് ബുദ്ധിമുട്ടുകളിലേക്കോ നയിച്ചേക്കാം.